കളക്ടർ വന്നിട്ട് പ്രശ്നമാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഇവിടെ എന്ത് നടക്കും? മാതാപിതാക്കന്മാര് ശരിയാക്കിയിട്ടാണ് പോകുന്നുള്ളൂ. പിന്നെ ഇത് ലാസ്റ്റ് എന്താ ചെയ്തെന്നറിയോ? ഒരു പോലീസ് വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും ഇതാക്കിയത്. അല്ലടാ, പോലീസ് വണ്ടിയൊക്കെ ഇതാക്കിയപ്പോഴല്ലേ ഇവിടെ ശരിയാക്കിയത്, ഒന്ന് ശരിയാക്കിയത്. അങ്ങനെ ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രം ശരിയാക്കാൻ വേണ്ടി ഇതിനൊക്കെ കാണാൻ വയ്യ. ഞങ്ങൾ ആ സ്കൂളിൽ കുട്ടികളാണ്, 8ാം ക്ലാസ് കുട്ടികളെ പോയത് 4 പേര്. പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ പോയത് ഇത് എക്സാം ആയതുകൊണ്ടാണ്. ഒരുപാട് കുട്ടികളെ കുടുങ്ങിയിട്ട് കാണാൻ വയ്യ. നേരത്തെ ഇതുപോലെ അപകടം ഉണ്ടായിരുന്നു. ലോറി ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരു ജീപ്പ് വന്നപ്പോൾ ഈ റോഡ് ശരിയായിരുന്നു. എന്തിനും നടപടി വേണം. ഹലോ, പാലക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. 4 പെൺകുട്ടികൾക്കാണ് മരണം സംഭവിച്ചത്. നമുക്ക് ഗോകുലിലേക്ക് കൂടി ഒന്നുകൂടി പോവാം. ഗോകുൽ, ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കളക്ടർ വരാതെ അവർ പിരിഞ്ഞു പോകില്ല, ഇനി ഒരു തീരുമാനം ഉണ്ടാകാതെ അവർ പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരം? ഈ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ഇത്തരത്തിൽ നിരന്തരമായി ഇവിടെ ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് ഇങ്ങനെ ഒരു പരീക്ഷ ആയതുകൊണ്ട് മാത്രം കുറച്ച് കുട്ടികളെ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിലധികം കുട്ടികൾ ഇവിടെ ഉണ്ടാകും. ഈ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ എന്നാൽ ഇന്ന് പരീക്ഷ ആയതുകൊണ്ടാണ് ഇത്ര കുറച്ച് കുട്ടികൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഇവർ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ആയിഷ, ഇർഫാന, റിദ, നീത എന്നുള്ള കുട്ടികളാണ് മരണപ്പെട്ടതെന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അത് ഇവരുടെ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് നമുക്കിങ്ങനെ ഉള്ള വിവരം ലഭിക്കുന്നത്. ഇവർ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന സിമന്റ് കയറ്റിയ ലോറിയാണ് പിന്നീട് ഈ അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽപ്പെട്ട് 4 കുട്ടികൾ മരിച്ചു. ഇതിനെ തുടർന്നാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നത്. ഈ വഴിയിലൂടെ ഒരു വാഹനങ്ങളും കടത്തിവിടാതെയാണ് അവർ പ്രതിഷേധിക്കുന്നത്. കളക്ടർ വന്ന് ഇത്തരത്തിൽ ചർച്ച നടത്തി റോഡിന്റെ അപാകത പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുവരെ ഒരു കുട്ടിയെ പോലും കടത്തിവിടില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ശരി, ഗൂഗിൾ VS ആണ് വിവരങ്ങൾ